89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗിക്ഷേത്ര 89.6 FM കൂടെയുള്ളത് സെലിനാണ് കേട്ടോ. ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു വീട് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഫ്രം ദ ബിഗിനിങ് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിറ്റിങ്സ്, ടൈൽസ്, അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന സാനിറ്ററി വെയേഴ്സ് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഓഫ് ഗജാരിയ സെറാമിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ അംഗമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഗജാരിയ പേഴ്സൺ കൂടിയാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഉള്ളത് P&N സെറാമിക്സിൻ്റെ 4 മണിക്കാറ്റിലെ പുതിയ ഷോറൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയാണുള്ളത്. അപ്പോൾ എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ അറിയാം എസ് കെ ജംഗ്ഷനിലൂടെ ഓൺ സർഗിക്ഷേത്ര 89.6 FM കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു P&N സെറാമിക്സിൻ്റെ 4 മണിക്കാറ്റിലുള്ള പുതിയ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ എസ് കെ ജംഗ്ഷനിലൂടെ നമ്മളൊരു വീട് വെക്കുന്നവരാണെങ്കിൽ, വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടൈൽസ് മുതൽ അങ്ങോട്ടുള്ള കുറേ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് തുഷാർ സാറാണ്. ഹീസ് എ വൈസ് പ്രസിഡന്റ് ഓഫ് ഗജാരിയ സെറാമിക്സ് ആൻഡ് അതുപോലെ തന്നെ കേരളത്തിലെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരു ഗജാരിയ പേഴ്സൺ കൂടിയാണ്. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഹാപ്പി ആയിട്ട് പോകുന്നു? സുഖം തന്നെ, നന്നായിട്ട് പോകുന്നു. പുതിയതായിട്ടുള്ള ഒരു ഷോറൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്നു സാറ്. ഉറപ്പായിട്ടും. കാരണം ഇന്നിപ്പോൾ ഞാനിവിടെ കോട്ടയത്ത് 4 മണിക്കാറ്റുള്ള P&N സെറാമിക്സിൻ്റെ പുതിയ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വിപുലമായിട്ടുള്ള എല്ലാവിധ രീതിയിലുള്ള എല്ലാ ടൈൽസുകളുടെയും വിപുലമായിട്ടുള്ള ശേഖരം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിന് മേലുള്ള ഡിസ്പ്ലേ സെൻറ്റർ ഞങ്ങളുടെ മാത്രമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലേ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ? ടൈൽസ് മുതൽ നമ്മൾ വാങ്ങിക്കുന്ന സാനിറ്ററി വെയേഴ്സ് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ. നമ്മളിപ്പോൾ വർക്ക് ഏരിയയിൽ ഉപയോഗിക്കുന്ന ടൈൽസ് ആയിരിക്കില്ല നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്നുണ്ടാവുക, ഹാളിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലൊരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു വ്യക്തി ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മളൊരു വീട് പണിയുമ്പോൾ ടൈലെന്ന് പറഞ്ഞ മേജറായിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഏകദേശം ഒരു 30-40% വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ കാണുന്ന പ്രൊഡക്റ്റാണ്. മറ്റു പല സംഗതികൾ, അതായത് സിമെൻറ്റോ മണലോ മറ്റ് ഇഷ്ടിക തൊട്ടിട്ട് മറ്റ് നമ്മൾ വീട് പണിയുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫൈനലായിട്ട് തീർന്നു കഴിഞ്ഞിട്ട് കാണുന്ന ഏകദേശം 40% ഏരിയയിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ടൈല്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പം എല്ലാ ദിവസവും നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ എല്ലാം ടൈലിൻ്റെ മേലിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ടൈല് നമ്മൾ ഉപയോഗിക്കാനുള്ള ഓരോരോ ആവശ്യത്തിനാണല്ലോ നമ്മളത് ഓരോരോ ഏരിയയിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ഹോളിലൊരു പ്രത്യേക ടൈപ്പ് ടൈലായിരിക്കും, സിറ്റ് ഔട്ടിലൊരു വേറൊരു ടൈപ്പ് ടൈലായിരിക്കും, അതുപോലെ തന്നെ ബാത്റൂമിൽ വേറെ ആയിരിക്കും, കിച്ചണിൽ വേറെ ആയിരിക്കും. അപ്പം നമ്മൾ ഓരോന്നിനെക്കുറിച്ച് നല്ല രീതിയിൽ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം വാങ്ങിക്കുന്നതിന് മുൻപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള എല്ലാ ശ്രോതാക്കളോടും അതുപോലെ തന്നെ വീട് പണിയുന്നവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ടൈലിനെ കുറിച്ച് പഠിച്ചു തുടങ്ങണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് വീട് പണി ചിലപ്പോൾ 1 വർഷം 2 വർഷം എടുക്കും. പക്ഷേ അതിന് ആ 2 വർഷം കൊണ്ട് നമ്മൾ പല പല വീടുകൾ സന്ദർശിക്കുക, അവർ ഉപയോഗിച്ചിട്ട് ടൈല് കാണുക, അതുപോലെ തന്നെ പല പല കടകളിൽ പോവുക, നമ്മൾ പല പല ടൈലിനെ കുറിച്ച് പഠിക്കുക. നമ്മുടെ കമ്പനികളുടെ ഷോറൂമുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളിൽ പോവുക, ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫൈനലായിട്ട് ഈ ടൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടൈല് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ടൈലിനെ പറ്റിയിട്ട് പഠിക്കണം എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൈലിനെ പറ്റി പഠിച്ചിട്ട് വേണം കേട്ടോ നമ്മളൊരു വീട് പണിയാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ എനിവേയ്സ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾക്കറിയാം, കേൾക്കാം. എസ് കെ ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് സെലിനാണ് കേട്ടോ. ഓൺ സർഗിക്ഷേത്ര 89.6 FM കാതൂരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra
SK Junction. അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് സെലിനാണ് കേട്ടോ. നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു P&N സെറാമിക്സിന്റെ 4 മണിക്കാറ്റിലുള്ള പുതിയ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ തുഷാർ KG, വൈസ് പ്രസിഡന്റ് ഓഫ് ഗജാരിയ സെറാമിക്സ്. അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഗജാരിയ പേഴ്സൺ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടാണ് നമ്മളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മറ്റ് കമ്പനികളിൽ നിന്നും P&N സെറാമിക്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ്. P&N സെറാമിക്സ് കഴിഞ്ഞ 30 വർഷമായിട്ട് കോട്ടയത്ത് 1-ൽ കൂടുതൽ ഷോറൂമുകൾ ഉള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ മേജറായിട്ടുള്ള എല്ലാ കമ്പനികളിലെയും ഏറ്റവും നല്ല ഡിസ്പ്ലേ സെൻറ്ററും ഏറ്റവും പുതിയ പ്രൊഡക്ട്സും എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് ഏറ്റവും നല്ല സർവീസും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല സർവീസ്. കാരണം ടൈലെന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആഫ്റ്റർ സെയിൽ സർവീസ്, അതായത് കറക്റ്റ് ടൈമിൽ ടൈൽ എത്തിക്കുക, അതുപോലെ തന്നെ മറ്റ് എല്ലാ രീതിയിലുള്ള കസ്റ്റമർ സർവീസും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടൈലുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 4 മണിക്കാറ്റിലെ P&N സെറാമിക്സ് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കോട്ടയത്ത് പല ഭാഗങ്ങളിലായിട്ട് P&N സെറാമിക്സിൻ്റെ ഷോറൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം വീട് പണിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടുകൾ വരുന്നുണ്ട്. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വൺസ് അഗെയിൻ വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കൂടെ സെലിനാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടൈല് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭവനം പണിയുമ്പോൾ നമ്മളുടെ ഒരു സ്വപ്നമാണല്ലേ, അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ടൈൽ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ടൈൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് ടൈൽ ഇൻഡസ്ട്രി ഏകദേശം ഒരു 40 വർഷമായിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ സൈസസിലാണ് മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഒന്നുക്കൊന്ന് തൊട്ടിട്ടുള്ള അത് ചെറിയ സൈസുകൾ തൊട്ടിട്ടുള്ള ടൈലുകളായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന സൈസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ 6x4 സൈസാണ്. അതായത് 6 അടി നീളവും 4 അടി വീതിയുള്ള സൈസാണ്. ഇനി അതിനേക്കാളും വലിയ സൈസുകൾ വരുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ടൈലിൻ്റെ ഉപയോഗവും കൂടിക്കൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തുള്ള മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൈലിൻ്റെ ഉപയോഗം കുറവായിരുന്നു. പക്ഷേ ഇത് ഓരോ വർഷവും നല്ല ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ്. ഓരോ വർഷവും ഏകദേശം ഒരു 20-25% വരെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ടൈലിന് പകരം ടൈല് മാത്രം എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? ടൈലിന് പകരം ശരിക്കും പറഞ്ഞാൽ ടൈല് മാത്രമല്ല, വുഡിന് പകരം ടൈലാണ്, നാളെ ഗ്രാനൈറ്റിന് പകരം ടൈലാണ്, മാർബിളിന് പകരം ടൈലാണ്, എന്തിനു പകരവും ടൈലാണ്. കാരണം ടൈലിന് അനന്തമായിട്ടുള്ള സാധ്യതകളാണ്. കാരണം ഇന്നിപ്പം നിങ്ങൾ എവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാലും ടൈല് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ടെക്സ്ചറിലുള്ള ടൈല് കാണാൻ പറ്റും. ഏത് പ്രൊഡക്റ്റും, അതായത് ലോകത്തിലുള്ള എന്ത് പ്രൊഡക്റ്റിനും ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടി ലോകത്തിലുള്ള ഏത് പ്രൊഡക്റ്റും, അതായത് ഇപ്പോൾ നമ്മൾ ഏത് വുഡിൻ്റെ ടൈല് വേണേലും ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ, വുഡ് പോലെ തന്നെ തോന്നിക്കുന്നത്. അതുപോലെ തന്നെ ഏത് മാർബിളിൻ്റെ അതേ രീതിയിലുള്ള റെപ്ലിക്ക, അതേ രീതിയിലുള്ള ടൈലുകൾ ലഭ്യമാണ്. അതേ ഭംഗിയിൽ, അതിനേക്കാളും ഭംഗിയിലും കിട്ടും. അതുപോലെ തന്നെ ഏത് ഗ്രാനൈറ്റിൻ്റെയും ഡിസൈനിലുള്ള ടൈലുകൾ ലഭ്യമാണ്. അതുപോലെ നമ്മളെ ലോകത്തിൽ കാണുന്ന, നമ്മൾ ഭൂമിയിൽ കാണുന്ന എന്ത് പ്രൊഡക്റ്റിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ടൈലുകൾ ലഭ്യമാണ്. അത് ടൈല് മാത്രമേ പറ്റുള്ളൂ. തമാശക്കെങ്കിലും നമ്മൾ പറയാറുണ്ട് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ടൈലിൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണുള്ളത്. 6x4 ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഒരുപാട് പേർക്ക്. അപ്പോൾ ടൈൽസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു വീടൊക്കെ വെക്കാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടുകൾ വരുന്നു. SK ജംഗ്ഷൻ ആണ് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ടൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് വരാൻ, അല്ലെങ്കിൽ പല നിറത്തിലുള്ള പല ടെക്സ്ചറിലുള്ള ടൈൽസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ടൈലിന് പകരം ടൈല് മാത്രമല്ല പല രീതിയിലുള്ള ടൈൽസ് അവൈലബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി മാർക്കറ്റിൽ ഒരുപാട് ടൈലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബ്രാൻഡഡ് ടൈൽസും അല്ലെങ്കിൽ മറ്റ് നോർമൽ ടൈൽസും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ
അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അല്ലെങ്കിൽ ബ്രാൻഡഡ് ടൈൽസിനെ തിരിച്ചറിയാൻ ഒരു എന്തെങ്കിലും പ്രത്യേകത കാണുമായിരിക്കുമല്ലോ അതിന്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യസ്തത എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ടൈൽസും അൺബ്രാൻഡഡ്, അതായത് സാധാരണ വില കുറഞ്ഞ ടൈൽസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മളൊരു ടൈല് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതില്ല. നമ്മൾ ശരിക്കും ടൈല് കമ്പയർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തുണിത്തരങ്ങളാണെങ്കിലും നമ്മൾ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ച് ബോധ്യമാകുന്നത്. ചിലപ്പം ഡ്രസ്സ് എന്ന് വെച്ചാൽ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പല പ്രാവശ്യം അലക്കി കഴിയുമ്പോഴാണ് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൈലും. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഈ ടൈലിന് മാറ്റങ്ങളുണ്ടാകും. അതായത് മോശം ടൈലുകൾ, അത് ശരിക്കും നല്ല രീതിയിൽ ഫയർ ചെയ്യാത്ത, അതായത് നല്ല രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് ഇതിനെ ഫയർ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ പരുവപ്പെടുത്തി എടുക്കാത്ത ടൈലുകളാണെങ്കിൽ ശരിക്കും കാലക്രമേണ ഈ ടൈലുകൾ വിള്ളാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചെറിയ ക്രാക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തേഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ അതിൻ്റെ അകത്ത് പല കാരണങ്ങളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീട് പണിയെന്ന് കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം ഒരു ഇതാണ്. അപ്പം ശരിക്കും ടൈലിൻ്റെ ഒരു ആയുസ്സും അതുപോലെ തന്നെ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡുകൾ, നല്ല ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബ്രാൻഡുകൾ കിട്ടുന്ന കടകളും അതുപോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമാണ്. കാരണം ഈ ബ്രാൻഡുകൾ വിൽക്കുന്ന കടകൾക്കും അവരുടെ റെപ്യൂട്ടേഷൻ, അവരുടെ ഷോറൂമിൻ്റെ അവരുടെ ആ കാലങ്ങളായിട്ടുള്ള അവരുടെ ഈ മാർക്കറ്റിലുള്ള അവരുടെ ഒരു റെപ്യൂട്ടേഷൻ, അതും നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ടൈലുകൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈല് വാങ്ങിക്കുമ്പോൾ ബ്രാൻഡഡ് ടൈൽസ് നോക്കി വാങ്ങിക്കുക. കാരണം നമ്മൾ ലൈഫ് ലോങ് നമ്മൾ താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ പണിയുന്ന വീട്ടിലെ കെട്ടിടങ്ങളിലൊക്കെ ഈ ഒരു ടൈലിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വാങ്ങിച്ച് കെട്ടിടം പണിയാനായിട്ട്, വീട് വെക്കാനായിട്ട് സാധിക്കട്ടെ. പാട്ടുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സെലിനാണ് കൂടെ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഇപ്പം നമ്മൾ ടൈൽസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാർ ഒരു സീനിയർ പേഴ്സൺ ആണ്, ഗജാരിയ പേഴ്സൺ ആണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എനിവേസ് സാറിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇന്ത്യയിലെ ഈ ഒരു ഗജാരിയയുടെ പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കജാരിയ ടൈൽസ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്പർ 1 സ്ഥാനത്ത് തന്നെയാണ്. ഞങ്ങളുടെ ടേൺ ഓവർ കഴിഞ്ഞ വർഷം 5000 കോടിയാണ്. അപ്പോൾ ഇനി അടുത്ത 3 വർഷത്തിനുള്ളിൽ ഞങ്ങളിത് ഏകദേശം 7000 കോടിയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും ഇന്ന് ഇന്ത്യയുടെ ഈ ഒരു ടൈൽ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് അനിഷേധ്യമായിട്ടുള്ള മേധാവിത്വമാണുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഞങ്ങൾ 7th പൊസിഷനാണ്. അപ്പം വേൾഡിൽ 7th പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈൽ ഇൻഡസ്ട്രിയുടെ വലിപ്പം വെച്ചിട്ട് ഏറ്റവും അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. യെസ്, അപ്പോൾ അത് കേട്ടതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. എനിവേസ് വേൾഡിൽ 7th പൊസിഷൻ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എനിവേസ് ഗജാരിയ എന്ന ടൈൽസിനെ പറ്റിയിട്ടാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആണ്, വേൾഡിൽ 7th പൊസിഷൻ, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഏതായാലും ഗജാരിയ ടൈൽസിനെ പറ്റിയിട്ടൊക്കെ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. SK ജംഗ്ഷനിലൂടെ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വൺസ് അഗെയിൻ വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കൂടെ സെലിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈലിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ടൈൽസ് ഇൻഡസ്ട്രിയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നോടൊപ്പമുള്ളത് തുഷാർ സാറാണ്. ഹീസ് എ വൈസ് പ്രസിഡന്റ് ഓഫ് ഗജാരിയ സെറാമിക്സ് ആൻഡ് അദ്ദേഹം കേരളത്തിലെ തന്നെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരു ഗജാരിയ പേഴ്സൺ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണോ എന്നുള്ളതാണ്. അതെ, അതിൻ്റെ അകത്തും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം കജാരിയ സെറാമിക്സ് ലിമിറ്റഡ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേൾഡിൽ തന്നെ 7ാമത്തെ വലിയ ടൈൽ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വേൾഡിലുള്ള ഇന്ത്യയുടെ ടൈലിൻ്റെ ഒരു സ്ഥാനത്തെക്കുറിച്ചോ പറയുകയാണെങ്കിൽ ലോകത്തിലെ 2ാമത്തെ വലിയ ടൈൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു 5 വർഷം മുൻപ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ 7ാമതും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അത് ഇന്ത്യ അത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കജാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം 40-ൽ പരം രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.
40-ൽ പരം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾക്ക് സാധാരണയായിട്ടൊരു സംശയം കാണും, മറ്റ് കമ്പനികളൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഗജാരിയ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈൽ ഇൻഡസ്ട്രി നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാട്ടോ. SK ജംഗ്ഷൻ ആണ് ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM കൂടെ സെലിനാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഇപ്പോൾ ടൈൽസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറന്റി ഉണ്ടാവുമല്ലോ. നമ്മൾ എത്ര വർഷത്തെ ഒരു വാറന്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണ് കൊടുക്കുന്നത്? സാധാരണ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഒരു ടൈലിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യായുസിനേക്കാളും കൂടുതൽ തന്നെയാണ്. കാരണം ടൈല് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കിംഗ്, അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പോലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഒരു ഗ്ലാസിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ കിടന്നു കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും കിടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൈല്. പിന്നെ നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ടൈലുകൾ സെലക്ട് ചെയ്യുക, വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മളുടെ മനുഷ്യായുസിനേക്കാൾ അധികം ആയുസുള്ള ഒരു കാര്യമാണ് ടൈൽ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരറിവും ചെറുതല്ല, വലുത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈൽസിനെ പറ്റിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. SK ജംഗ്ഷനിലൂടെ കൂടെ സെലിനാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഇപ്പൊ നമ്മൾ ഗജാരിയയിൽ നിന്നോ അല്ലെങ്കിൽ പിയാൻറ്റൻ സെറാമിക്സിൽ നിന്നോ ടൈൽസ് നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഒരു സർവീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? എത്ര വേഗത്തിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും? സാധാരണ രീതിയിൽ നമ്മൾ ടൈലിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അതായത് ടൈല് നിങ്ങൾക്ക് എത്രത്തോളം വേഗം വേണോ അത്രത്തോളം വേഗം തന്നെ കിട്ടും. അതായത് ഇന്ന് ഓർഡർ ചെയ്ത് ഇന്ന് തന്നെ മെറ്റീരിയൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് തന്നെ മെറ്റീരിയൽ നമ്മൾ എത്തിച്ചു തരാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റോക്കിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സെലക്ഷൻ വേണം, കാരണം ടൈലെന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അനേകായിരം ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മളിപ്പോൾ കജാരിയെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസവും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ 3-ൽ കൂടുതൽ ഡിസൈൻ ഒരു ദിവസം നമ്മൾ ഇറക്കുന്നുണ്ട്. ആവറേജ് നോക്കണം. അതായത് ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ 1000-ൽ പരം ഡിസൈൻ പുതിയതായിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ പോലെ തന്നെ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ പുതിയ ഡിസൈൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഷോറൂമിൽ വരിക, ഷോറൂമിൽ സ്റ്റോക്ക് ഉള്ളതും കൂടെ ചോദിക്കുകയാണെങ്കിൽ അന്ന് തന്നെ പ്രൊഡക്റ്റ് എത്തിക്കും. അതല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അതുപോലുള്ള എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ അതിന് ചെറിയൊരു താമസമുണ്ട്. എന്നിരുന്നാലും സാധാരണ ഇതിലൊരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച അതിനുള്ളിൽ തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കസ്റ്റമൈസേഷനും ഇവിടെ അവൈലബിൾ ആണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അങ്ങനെയാണോ? കസ്റ്റമൈസേഷൻ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റിൻ്റെയും റെപ്ലിക്ക, അതായത് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റിൻ്റെയും ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അപ്പം ആ പ്രൊഡക്റ്റിൽ സെലക്ട് ചെയ്യണം. അല്ലാതെ നമുക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ധാരണ എന്തായാലും കിട്ടിക്കാണുമല്ലോ. ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. SK ജംഗ്ഷൻ ആണ് ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. Once again welcome to SK ജംഗ്ഷൻ ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM കൂടിയുള്ളത് സെലിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പിയാൻറ്റൻ സെറാമിക്സിന്റെ 4 മണിക്കാറ്റുള്ള പുതിയ ഷോറൂമിലാണ് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് തുഷാർ സാറാണ്. അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഗജാരിയ പേഴ്സൺ കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചോദിക്കേണ്ടായി. എനിക്ക് അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് സാർ. ഈ ഒരു പുതിയ ഷോറൂം തുടങ്ങിയല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ ഷോറൂം നിങ്ങളെല്ലാവരും വന്നൊന്ന് കാണുക. അതിപ്പോൾ നിങ്ങൾ വീട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണുന്നതിന് ഒരു തെറ്റുമില്ല. നിങ്ങൾ വരിക, കാണുക. ഇതൊക്കെ കാരണം ടൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ലോകമാണ്. കാരണം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കണമെന്ന് തന്നെ തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഇത്രയും വലിയ ഷോറൂമാണ്, ഇന്നിപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഷോറൂമാണ്. എല്ലാവരും വരിക, കാണുക, മനസ്സിലാക്കുക, അതുപോലെ തന്നെ വാങ്ങിക്കുക.
ഓക്കെ, അപ്പൊ ഞാൻ ഇനി അത് എടുത്തു പറയുന്നില്ല. എല്ലാവരും വരിക, കാണുക, വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ SK ജംഗ്ഷൻ ഇവിടെ ഏകദേശം വൈൻഡ് ചെയ്യാനായിട്ടുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തുഷാർ സാർ ആയിരുന്നു. സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും സാറിന് താങ്ക് യു ഒക്കെ പറഞ്ഞ് സാർ നമ്മളോടൊപ്പം ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ് കേട്ടോ. PNN സെറാമിക്സിലോ ഒക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെ വാങ്ങി നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ പണിയുക, കെട്ടിടമൊക്കെ പണിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. SK ജംഗ്ഷനാണ് ഓൺ സർഗിക്ഷേത്ര 89.6 FM. ഞാൻ ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവാണ്. ടാറ്റാ ബൈ. യു ആർ ലിസ്ണിംഗ് ടു സർഗിക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.